ഇശാ ബാങ്കിൻ്റെ സമയം വരെ മഗ്‌രിബ് നമസ്കാരം നീട്ടിവെക്കാമോ എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. നമസ്കാരം, വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്ത് അൽ മുഅ്മിനീന കിതാബം മൗഖൂത്ത. നമസ്കാരം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സമയബന്ധിതമാകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും ഓരോ നമസ്കാരത്തിൻ്റെയും ആദ്യ സമയവും അവസാന സമയവും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ളുഹർ നമസ്കാരത്തിൻ്റെ ആദ്യ സമയം സൂര്യൻ മധ്യത്തിൽ തെറ്റിയത് മുതലാണ്. ളുഹർ നമസ്കാരത്തിൻ്റെ അവസാനത്തെ സമയം അസറിൻ്റെ സമയമാകുന്നവരെയാണ്. അഥവാ ഒരു വസ്തുവിൻ്റെ നിഴൽ അത്രത്തോളമാകുമ്പോൾ, അപ്പോൾ ളുഹറിൻ്റെ ആദ്യ സമയം ളുഹറിൻ്റെ അവസാന സമയം. ഇതേപോലെ ഓരോ നമസ്കാരത്തിനെയും ആദ്യ സമയം അവസാന സമയം കാണിച്ചു കൊടുത്തു. കാരണം സമയബന്ധിതമായി നിർവഹിക്കേണ്ട ഒരു ആരാധനയാകുന്നു എന്നാണ്. എന്നാൽ മഗ്‌രിബ് നമസ്കാരത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ധാരണ അത് വളരെ ലയ്യിഖ്, അതിൻ്റെ സമയം വളരെ കുടുസാണ് എന്നാണ്. അതുകൊണ്ടാണ് ചില പള്ളികളിലൊക്കെ അവർ മഗ്‌രിബ് നമസ്കാരത്തിന് വളരെ ചെറിയ സൂറത്തുകൾ ആണ് ഓതാറുള്ളത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ ഹുവല്ലാഹു അഹദ്. അവരെ അതിന് പ്രേരിപ്പിക്കുന്നത് മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ സമയം വളരെ ചുരുങ്ങിയതാണ്. അപ്പോൾ ഒരു പക്ഷേ ദീർഘമായി ഓതിക്കഴിഞ്ഞാൽ ആ സമയം അവസാനിച്ചേക്കാം എന്ന ഒരു ധാരണയിൽ. അതൊരിക്കലും ശരിയല്ല. കാരണം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചെറിയ സൂറത്തുകളല്ല മഗ്‌രിബ് നമസ്കാരത്തിൽ, അവ മാത്രമേ അല്ല ഓതിയത്. സൂറത്ത് തൂർ ഓതിയിട്ടുണ്ട്, സൂറത്ത് മുർസലാത്ത് ഓതിയിട്ടുണ്ട്. അങ്ങനെ വലിയ സൂറത്തുകളൊക്കെ മഗ്‌രിബ് നമസ്കാരത്തിൽ ഓതിയിട്ടുണ്ട്. രണ്ടാമത്, മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ ആരംഭിച്ച് അതിൻ്റെ അസ്തമന ശോഭ മായുന്നത് വരെ, അഥവാ ഇശാൻ്റെ തൊട്ട് മുമ്പ് വരെ അതിൻ്റെ സമയമുണ്ട്. അതാണ് വിശാലമായ സമയമുണ്ട്. പക്ഷെ ഓരോ നമസ്കാരവും, ഇപ്പോൾ ഇശാ നമസ്കാരം ഒഴിച്ചു നിർത്തിയാൽ, ചൂട് കഠിനമായ സമയത്ത് ളുഹറിൻ്റെ സമയം ഒഴിച്ചു നിർത്തിയാൽ, മറ്റ് നമസ്കാരങ്ങളൊക്കെ ആദ്യ സമയത്ത് നമസ്കരിക്കുകയാണ് നല്ലത്. ഓരോ നമസ്കാരവും ആദ്യ സമയത്ത്. എന്നാൽ ഇശാനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് എല്ലാവർക്കും സൗകര്യം അല്പം വൈകിപ്പിച്ചുകൊണ്ടാണ് എങ്കിൽ അതാണ് ഉത്തമം. ചൂട് കഠിനമായി കഴിഞ്ഞാൽ ളുഹർ നമസ്കാരം അല്പം വൈകിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. മഗ്‌രിബ് നമസ്കാരം ഏകദേശം ഇശാ നമസ്കാരത്തിൻ്റെ സമയം വരെയുണ്ട്. എന്നാൽ അങ്ങോട്ട് നീട്ടിവെക്കേണ്ടതില്ല. പിന്നെ അതിൻ്റെ ആദ്യ സമയത്തിന് നമസ്കരിക്കുക. എന്നാൽ ഇശാൻ്റെ സമയം, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് ഇശാൻ്റെ സമയം നഷ്ടപ്പെട്ടുവല്ലോ എന്ന് പരിതപിക്കേണ്ട അവസ്ഥയും ഇല്ല. ഈ വിഷയത്തിൽ പല പള്ളികളിലും നമസ്കാരം കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കുകയും താങ്കൾ പറഞ്ഞ പോലെ ചെറിയ സൂറത്തുകൾ ഓതുകയും പെട്ടെന്ന് സലാം ഇടുകയും അദ്കാറുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യം ഓരോ നമസ്കാര ശേഷം പ്രവാചകൻ പഠിപ്പിച്ചതാണല്ലോ. അതുപോലും ചെയ്യാതെ ഉള്ള ഒരു ധൃതി പിടിച്ചുള്ള ഒരു നമസ്കാരം പലപ്പോഴും കാണാറുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഈ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇങ്ങനെ. അതെ, അപ്പോൾ ഈ ഒരു ധാരണ മാറ്റിക്കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി.